നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 22ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഈ കേരള പോലീസ് നമ്പർ 1 ആണോ, നമ്പർ 2 ആണോ, നമ്പർ 3 ആണോ? ഇത് നിങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിനെ ഒരു നമ്പർ 1 പോലീസ് സംവിധാനമെന്നോ കേരളത്തെ ഒരു നമ്പർ 1 സംസ്ഥാനമായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ഇൻ്റലിജൻസ് DYSP ആയിരിക്കെ കണ്ണൂർ SSB DYSPയുടെ ഒരു കത്ത് വന്നിരുന്നു. അത് കണ്ണൂരിലെ SSB DYSP എന്ന് പറയുമ്പോൾ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന് എല്ലാ ജില്ലകളിലും ചുമതലക്കാരായിട്ട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് കൂടാതെ SSB DYSP എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ADGPയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു DYSP എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കും. ഈ ജില്ലകളിൽ എല്ലാ DYSPമാരുടെ നിയന്ത്രണത്തിലാണെങ്കിലും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ SSB സംവിധാനത്തിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ടാവും. അതുകൂടാതെ തന്നെയാണ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവും. ഒരു പോലീസ് സ്റ്റേഷനിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതിനിധിയായ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനും അതുകൂടാതെ സംസ്ഥാന പോലീസിലെ ADGP ഇൻ്റലിജൻസിൻ്റെ സംവിധാനത്തിന് ഭാഗമായിട്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ കണ്ണൂരിലെ DYSPയിൽ നിന്ന് ഒരു കത്ത് നമ്മുടെ ഓഫീസിലേക്ക് വന്നു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു കൊലപാതകം നടന്നു, പക്ഷേ പോലീസ് കേസെടുക്കുകയോ എന്തെങ്കിലും നടപടിയെടുക്കാനോ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഭൗതിക ശരീരം കത്തിച്ച് കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, പരമാവധി ശിക്ഷ എന്ന് പറയുന്ന തൂക്കുകയർ വരെ കൊടുക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഫീസിൽ കത്ത് വന്നാൽ സാധാരണ ചെയ്യുന്നത് SPക്ക് അല്ലെങ്കിൽ കളക്ടർക്ക് കൈമാറുക. അതായത് വകുപ്പിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ടാണ് SPക്കും, അതല്ല എങ്കിൽ കളക്ടർ താഴേക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് കത്ത് കൊടുക്കാറില്ല. എനിക്ക് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു DGPയുടെ കാലത്ത് കളക്ടറിൽ നിന്ന് താഴേക്ക് പോയതായിട്ട് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം കോർപ്പറേഷൻ സെക്രട്ടറിമാർക്ക് വരെ കത്ത് കൊടുത്തിട്ടുള്ളതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഞാൻ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ റിലീവ് ചെയ്ത് പോയിട്ടുണ്ട്. എൻ്റെ സമയത്ത് നമ്മൾ SPക്കും കളക്ടർക്കും താഴെ ഒരു ഉദ്യോഗസ്ഥന് ഇൻ്റലിജൻസിൽ നിന്ന് കത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല. നമ്മൾ ഒരു അപജയത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൽ നിന്ന് എനിക്ക് പലരിൽ നിന്നും അറിവ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ കത്തും നടപടികളൊന്നും എടുത്തില്ല. ഒരു കൊലപാതകം നടന്നു, അത് കത്തിച്ച് കളഞ്ഞു എന്ന വിവരമാണ്. നമ്മൾ അപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് കൊടുത്തു, ഇതിൽ നടപടി എടുക്കണമെന്ന് കാണിച്ച്. ജില്ലാ പോലീസ് മേധാവിയുടെ മറുപടി പെട്ടെന്ന് തന്നെ വന്നു. അത് കത്തിച്ച് കളഞ്ഞാൽ അതിലിനി നടപടികളൊന്നും തന്നെ എടുക്കാൻ കഴിയില്ല. ഞാൻ അന്നത്തെ SP സബീർ സാറാണ്. സബീർ സാറിനോട് ഒന്ന് ആലോചിച്ചു. കാരണം അദ്ദേഹമാണ് ഈ SPക്കൊക്കെ പോകുന്ന കത്തുകൾ ഒപ്പിടുന്നത്. അപ്പം ഒന്ന് DIGക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ കണ്ണൂർ റേഞ്ച് DIG ദീനേന്ദ്ര കശ്യപ് അദ്ദേഹമാണ്. അദ്ദേഹം നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ പത്തനംതിട്ടയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പത്തനംതിട്ട SP ആയിരുന്നു. വളരെ നല്ല ഉദ്യോഗസ്ഥനാണ്. ഞാൻ വടകര ഭരണവിഭാഗം DYSP ആയിരിക്കുമ്പോഴും അദ്ദേഹം കണ്ണൂർ റേഞ്ച് DIG ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ കാണിച്ചുകൊണ്ട് SP തന്ന അതേ രീതിയിൽ തന്നെ ഈ ഡെഡ് ബോഡി കത്തിച്ച് കളഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മറുപടി തന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനത്ത് നിരവധി പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പാർട്ടി കോട്ടകളുണ്ട്. മതസ്ഥാപനങ്ങൾ നടത്തുന്ന കോട്ടകളുണ്ട്. അതുകൂടാതെ
ഏതാണ്ട് പൊഴിയൂർ മുതൽ മഞ്ചേശ്വരം വരെ ഉള്ള കോസ്റ്റൽ ഏരിയ. അതിൽ ചില സ്ഥലങ്ങളിൽ പോലീസിംഗ് ഉണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും പോലീസിന് ഏതെങ്കിലും സാഹചര്യത്തിൽ കടന്നു ചെല്ലാനോ ആരെയെങ്കിലും ഒരാളെ കസ്റ്റഡിയിലെടുക്കാനോ സാധാരണഗതിയിൽ ഒരു കാരണവശാലും കഴിയുന്ന സാഹചര്യമല്ല. എന്നാൽ സംസ്ഥാനത്ത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി ഒരാളെ കണ്ടിട്ട് നിങ്ങൾക്കൊരു വാറണ്ടുണ്ട്, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അയാൾ ഒരു 500 മീറ്റർ വേണമെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ വന്ന് പിന്നെ ഒരു ഓട്ടോയിലോ ഒരു ബസ്സിലോ കയറി പോലീസ് സ്റ്റേഷന് വരുന്ന സംവിധാനമുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ ബേസിക് പോലീസിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ല. ഞാനീ പറഞ്ഞ പാർട്ടി കോട്ടകളിലൊന്നും പോലീസിന് ഒരിക്കലും കടന്നു ചെല്ലാനും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനോ യാതൊരു വിധമായ സംവിധാനങ്ങളില്ല എന്ന് തന്നെ ഒരു പരിധിവരെ പറയേണ്ടി വരും. നമ്മുടെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സിസ്റ്റം, പ്രബുദ്ധ രാഷ്ട്രീയക്കാർക്ക് ഈ കോട്ടകൾ ഇതേ രീതിയിൽ നിലനിർത്തേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. കാരണം അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഈ കോട്ടകൾ. ഒരിക്കലും അവിടേക്ക് പോലീസ് കടന്നു ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു പോലീസുകാരന് കൂട്ടിക്കൊണ്ടുവരാവുന്ന സാധാരണ ഒരു ജനത മുതൽ 100-300 പോലീസ് പോയാൽ പോലും ഒരാളെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യമുള്ള സ്ഥലങ്ങൾ, കോട്ടകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ട് അതിന് ഒരു നടപടിയും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതിൽ നമ്മൾ അതിശയപ്പെടേണ്ടതായ സാഹചര്യം ഇല്ല. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും ഇത് സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് കണ്ണൂരിലെ സംഭവം. എന്തുകൊണ്ടെന്നാൽ ഒരുപക്ഷെ അയാൾക്ക് ചിലപ്പോൾ ഒരു വിലക്കുണ്ടാവും പാർട്ടിയിൽ നിന്ന്. അയാൾക്ക് ഒരുപക്ഷെ അവിടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അയാൾക്ക് കാലോ കയ്യോ ഉണ്ടാവണമെന്നില്ല. ശരിയായ അന്വേഷണമൊക്കെ നടത്തി ചില ഉദ്യോഗസ്ഥർ IPS ലിസ്റ്റിൽ നിന്നും പുറത്തയക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കിട്ടിയവരെക്കാരിൽ എത്രയോ ഭേദമായിരുന്നു പുറത്താക്കപ്പെട്ടവരെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. കാരണം ഒരു കേസിൽ ശരിയായ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് IPSന് ബുദ്ധിമുട്ടുണ്ടായി നിൽക്കുന്നത്. ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ടൈമിലി റിപ്പോർട്ട് ചെയ്ത പുള്ളിക്ക് കണ്ണൂർക്കാരനാണെങ്കിൽ കണ്ണൂരിൽ നിൽക്കാൻ പറ്റത്തില്ല. സംഭവം നടന്നേക്കുന്ന കണ്ണൂരാണ്. അയാൾക്ക് ഭീഷണി ഉണ്ടാകും, സ്വാഭാവികമാണ്. DYSPക്ക് ഒരു പക്ഷേ അത് സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ കണ്ണൂർക്കാരനായ DYSPക്ക് അവിടെ പുള്ളിക്കും അവിടെ ഊരുവിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവാം. ഇനി ഇതും മാറിയിട്ട് ലോക്കൽ പോലീസിൻ്റെ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം അവിടെ നടന്നതായിട്ട് സ്വാഭാവികമായിട്ടും ലോക്കൽ പോലീസും അറിഞ്ഞിരിക്കണം. ഒരു കത്തിക്കുന്നതിന് മുമ്പേ അവരറിഞ്ഞിരിക്കണം. എന്തായാലും അവരും അറിഞ്ഞായിട്ടോ ഏതെങ്കിലും രീതിയിൽ സുവമോട്ടോ ആയിട്ടോ ഒരു കേസെടുക്കാനായിട്ട് അവരും തയ്യാറായിട്ടില്ല. അറിഞ്ഞോ എന്ന് നമുക്ക് ഉറപ്പില്ല. എങ്കിലും പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പോലീസ് അറിയണമെന്നില്ല എന്ന് നമുക്ക് പിന്നെ പ്രസ്യൂം ചെയ്യാം. എന്തായാലും ശരി, ഒരു കൊലപാതകം കത്തിച്ച് ഇല്ലാതാക്കിയ സംഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നടപടി എടുക്കാതിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ടാവാം, അറിയാതെ ആവാം. ഇനി ഒരു കേസെടുത്ത് ഈ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനോട് നിയമപരമായിട്ട് തടസ്സമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ വർഗീസ് നക്സൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകവും ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വെളിപ്പെടുത്തലുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടൊരു കേസൊക്കെ എടുക്കുന്നതിലും നല്ലത് ആദ്യമേ തന്നെ ഒരു കേസെടുത്തിടുകയും പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിൽ ഭാഗവാക്കായ ആരെങ്കിലും ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ അന്ന് അത് റീഓപ്പൺ ചെയ്ത് UN എഴുതിയിട്ട് പിന്നീട് റീഓപ്പൺ ചെയ്ത് എവിഡൻസ് ഇല്ല എങ്കിൽ, സാക്ഷികളും പര്യാപ്തമല്ല എങ്കിൽ നമുക്കത് UN അൺഡിറ്റക്റ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ട് പിന്നീട് അത് റീഓപ്പൺ ചെയ്ത് കേസ് നടപടിയിലേക്ക് നീങ്ങാവുന്നതാണ്. എന്തായാലും ഈ സംഭവത്തിൽ കേസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. കേസ് എടുക്കാമായിരുന്ന സംഭവമാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ചുരുങ്ങിയ അറിവിന്മേൽ. എന്തായാലും കേരളത്തിലെ ഈ കടപ്പുറവുമായി ബന്ധപ്പെട്ട 1-2 സ്റ്റേഷനുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 1-2 സ്ഥലങ്ങളുണ്ടായ ചില സംഭവങ്ങളും ഞാൻ പറയാം. ഒന്ന് പൂവാറാണ്, മറ്റൊന്ന് കാഞ്ഞിരംകുളമാണ്. സാധാരണ ഞങ്ങളുടെ ബാച്ചൊക്കെ SIമാർ രംഗത്തിറങ്ങുമ്പോൾ ഈ വലിയ ഇടി ഉണ്ടായിരുന്നു. അത് ഈ താലൂക്ക് ഹെഡ് ക്വാർട്ടറിലേക്കാണ് പിടി. ഇപ്പോൾ ഈ കോസ്റ്റൽ ഏരിയ ഒക്കെ കിട്ടുന്നത് കാഞ്ഞിരംകുളം പൂവാറും ഒക്കെ കിട്ടുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ്. ഇതിന് പുറകിൽ വലിയ പിടിയും ഒന്നുമായിട്ട് പിച്ചാത്തി ഒന്നുമായിട്ട്
പോകാത്ത ആളുകൾക്കാണ്. അപ്പം സന്ദർഭവശാൽ എൻ്റെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് പൂവാർ പോലീസ് സ്റ്റേഷൻ വന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മദ്യം വിൽക്കുന്നതായിട്ട് ഒരറിവ് കിട്ടി. നമ്മുടെ നെയ്യാർ വന്ന് ചേരുന്ന സ്ഥലത്തെ അറിയപ്പെടുന്നത് പുഴിക്കര എന്നാണ്. ഇവിടെ മദ്യം വിൽക്കുന്നതായിട്ട് അറിവ് കിട്ടി. നമ്മളവിടെ പോയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ വള്ളത്തിൻ്റെ മഴയൊക്കെ പെയ്യുമ്പം നനയാതിരിക്കാനും വേണ്ടി അതിനൊരു മൂടിയുണ്ട് മുകൾ ഭാഗം. ഇത് വെച്ചാൽ വണ്ടി ബ്ലോക്ക് ചെയ്തവർ. നമ്മുടെ ഈ 1-ാം നമ്പർ പോലീസിൽ അല്ലെ 1-ാം നമ്പർ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് സംവിധാനങ്ങൾ നിയമവാഴ്ചയെ എങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുള്ളതിന് ഒരു തെളിവാണ് ഞാനീ പറഞ്ഞത്. അവർ വള്ളത്തിൻ്റെ ഇത് വെച്ച് നമ്മളെ ബ്ലോക്ക് ചെയ്തു. മറ്റൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നൊരു ആൾക്കൂട്ടക്കൊല നടന്നിരുന്നു. കെട്ടിയിട്ട് ഒരു കൊലപാതകം നടന്നു. അപ്പോൾ ഞാനന്ന് SI ആണ്, SHO ആണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്, കേസ് അന്വേഷണം. പ്രതികളെ പിടിക്കാനായിട്ട് വലിയ പാടായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു പള്ളിയും പിന്നെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമുദായമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ആണ് എനിക്ക് തോന്നുന്നു 8-9 പേര് അന്ന് പോലീസ് സ്റ്റേഷനിൽ പ്രതിയാക്കപ്പെട്ടത് തന്നെ അത്ര എളുപ്പമായൊരു കഥയല്ല. കാരണം ഒരു കൂട്ടം ആളുകളാണെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നത്. ഈ 9 പേരെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തതു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിൽ ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നത്. കാരണം ഈ കടപ്പുറത്തുമൊക്കെ പാർട്ടിക്ക് കമ്മിറ്റികളുമൊക്കെ ഉണ്ട്, പാർട്ടി പ്രതിനിധികളുണ്ട്. അപ്പോൾ അവരോട് ഉൾപ്പെടെ ജയിലിലേക്ക് പോകാൻ വരികയാണെന്ന് മറ്റവരോട് പറഞ്ഞാണ് കൊണ്ടുവന്നതിന് ശേഷം കുറേ പേരെ സെലക്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം ഇതിന് സാക്ഷികളൊന്നുമില്ലല്ലോ. രാത്രിയിൽ 2 മണിക്ക് അങ്ങോട്ട് 2 മണിക്ക് അല്ലെ 1 മണിക്ക് നടന്ന സംഭവമാണ്, ആൾക്കൂട്ട മർദ്ദനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാക്ഷി പറയേണ്ടത് ഈ കടപ്പുറത്തുള്ള ഇവർ തന്നെയാണ്. എൻ്റെ ഒരു അറിവിൽ ഈ കടപ്പുറത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഒരു കോടതികളിലും വന്ന്, പാർട്ടി ഗ്രാമങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമല്ല, ആരും വന്ന് ഏതെങ്കിലും സാക്ഷി കണ്ടതായിട്ട് പറയത്തില്ല. മറ്റേതെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ മറ്റോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കേസ് ശിക്ഷിക്കുന്നതല്ലാതെ ഈ കടപ്പുറം ഭാഗത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടി കോട്ടകളിലായ പാർട്ടി ഗ്രാമങ്ങളിലോ മത കോട്ടകളായ ഗ്രാമങ്ങളിലോ നടക്കുന്ന ഒരു കേസും ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ ഒരു സാക്ഷിമൊഴി അനുകൂലമായി കിട്ടി ശിക്ഷിക്കാവുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് പോലീസിൽ നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തെ സംഭവം ഞാൻ പറയാൻ പോകുന്നത്, രണ്ടാമത്തെ സംഭവം പറഞ്ഞു ഈ കേസിലാണ്. അപ്പോൾ അതിൽ കുറേ ആളുകളെ പിന്നീട് പറഞ്ഞു വിട്ടു. അപ്പോൾ പറഞ്ഞു വിട്ട ആളുകൾ അവിടെ ജയിലിൽ പോയവരോട് പറഞ്ഞിരുന്ന എല്ലാവരും പ്രതിയാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് അന്ന് കിട്ടിയ വിവരം. പക്ഷേ ഈ വലിപ്പമൊക്കെ നോക്കി പലരെയും പറഞ്ഞു വിട്ടവർ കേസൊക്കെ കോടതിയിൽ നിന്ന് വിട്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കേസ് കോടതിയിൽ ശിക്ഷിക്കാൻ ഞാനീ പറഞ്ഞാണ് അതിൻ്റെ സാഹചര്യം. ഏതെങ്കിലും തെളിവ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈവൻ രാത്രി മോട്ടിക്കാനെങ്ങാണ്ട് വന്ന വിഴിഞ്ഞംകാരനായ ഒരാളായിരുന്നു, അവന് കള്ളനുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കെട്ടിയിട്ട് എല്ലാവരോടും കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ഇനി ഒരു സംഭവം പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു വെടിവെപ്പ് നടന്നു. ആ സമയത്ത് ഞാൻ പൂവാർ സർക്കിൾ ഇൻസ്പെക്ടറാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നു. ഹർത്താലുമായി ബന്ധപ്പെട്ട് ഹർത്താൽ അനുകൂലികളായ ആളുകൾ വന്ന് KSRTC പൂവാർ ഡിപ്പോയിലെ സ്റ്റേഷൻ്റെ ചാർജുള്ള ആളുകളെ പറഞ്ഞു, ഇവിടുന്ന് ഒരു വണ്ടി പുറത്തേക്ക് പോയാൽ നിങ്ങളെ കത്തിക്കുമെന്ന് പറഞ്ഞു. അയാളെ കത്തിക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് എന്നെ അവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട് സാർ, ഇവിടെ അവരെ കുറേ പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ എത്തി. ഇതിൽപ്പെട്ട ഒരു 4 പേരെ അറസ്റ്റ് ചെയ്തു. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ട് പൂവാർ വരെ ഇട്ടേക്കുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഇവരെ കാഞ്ഞിരംകുളത്തേക്ക് മാറ്റി. പൂവാർ സർക്കിളിൻ്റെ കീഴിൽ തന്നെയാണ് കാഞ്ഞിരംകുളം. അപ്പോൾ എത്ര കോളാണ് അന്ന് വന്നതെന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ ഒരു MLA തന്നെ അന്ന് ഉത്സാഹമായിട്ട് അവരെ വിടണം, ഇപ്പം തന്നെ വിടണം എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രഷറിലായിരുന്നു. നമുക്ക് MLA പറഞ്ഞാൽ മനസ്സിലാകും. കാരണം അത് രാഷ്ട്രീയ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പ്രബുദ്ധരായ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് പല താല്പര്യങ്ങളുണ്ട്. വോട്ട് ബാങ്കാണ് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ഉദ്ദേശവും അത് തന്നെ. നിയമവാഴ്ച അവരാഗ്രഹിക്കുന്നതെന്ന് ഞാൻ എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയിട്ടുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം, പ്രധാനമായിട്ടും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ, ഗുണ്ടായുസവും കൊലപാതകമൊക്കെ കൈമുതലായി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിയമവാഴ്ച വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ ഈ പാർട്ടി സംഘടനാ ചുമതലയിലുള്ള ആളായിരുന്നു അന്ന് ഇപ്പോഴത്തെ MLA.
അപ്പോൾ അദ്ദേഹം വിളിച്ചതിൽ നമുക്കത് അതിൻ്റെ അതിശയമൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി ചെയ്തൊന്നും വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരണം. ആരെയും ഏത് കള്ളരെയും കൊള്ളക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് ഒരു നിലപാടിൻ്റെ ഭാഗമാണല്ലോ ഈ പാർട്ടി സംഘടന ഭാരവാഹിത്വങ്ങൾ തന്നെ. എന്തായാലും ശരി, അന്നവിടെ ഒരു ASP ആയിരുന്നു, അദ്ദേഹവും വിളിച്ചിട്ട് ഈ പ്രതികളെ ഇപ്പം തന്നെ വിടണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വിടാൻ പറ്റില്ല എന്നുള്ള നിലപാടും എടുത്തു. അദ്ദേഹം പിന്നീട് 2 മണിക്കൂറിനകം വിടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ മൊത്തം സ്ഥിതി ഒബ്സർവ് ചെയ്തിട്ട് പറയാൻ സാർ, ഇല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഹർത്താലിൻ്റെ ടൈം കഴിഞ്ഞേ വിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, അന്ന് ഈ നടന്ന വെടിവെപ്പ് സംഭവത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇത് പോലീസ് ഉണ്ടാക്കിയ ഒരു ഹർത്താലാണെന്നുള്ള നിലപാടായിരുന്നു അന്നത്തെ ഈ ASPക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ വിട്ടില്ല. എൻ്റെ ഒരു കർക്കശമായ നിലപാടിൽ അവരെ 6 മണിക്ക് ശേഷം മാത്രമാണ് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അക്കാര്യത്തിൽ കേസെടുത്തായിട്ട് 150 പ്രിവെൻറ്റീവ് അറസ്റ്റിന് കേസെടുത്തായിട്ടാണ് ഞാൻ ഓർക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം, ഈ 3 കാര്യങ്ങളും പൂവാർ എൻ്റെ സമയത്തുണ്ടായിട്ടുള്ളതാണ്. പൂവാർ പിന്നീട് ഞാൻ പാലോട് സി ആയിരിക്കുമ്പോഴും ഈ 2 കമ്മ്യൂണിറ്റിയുടെ ഒരു ബോർഡറിലൊരു പ്രശ്നങ്ങളുണ്ടായി. 2-3-4 ദിവസം ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് യാതൊരു പോലീസിങ്ങും ഇല്ല, യാതൊന്നും ഇല്ലാതെ ഇവരെങ്ങനെയാണ് ഇതിനെ നമ്പർ വൺ നിയമസഭയിൽ ഉൾപ്പെടെ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നമ്പർ 2 നമ്പർ 3 എന്താണ്, അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഇനി കഠിനംകുളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കഠിനംകുളത്ത് പെരുമാതുറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അന്ന് അവിടെ നിന്ന് നമ്മൾ പെരുമാതുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വേറെ വഴിയൊന്നുമില്ല. പോയ വഴി തന്നെ തിരിച്ചു വേണം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴോ പെരുമാതുറയ്ക്ക് അപ്പുറം വെച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെരുമാതുറയ്ക്ക് ഇപ്പുറം വെച്ച് അവർ തടയും. ആളിനെ അവർ ഇറക്കിക്കൊണ്ട് പോകുന്ന സ്ഥിതി ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ലത്തീഫ് എന്ന് പറയുന്ന നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ കഠിനംകുളത്ത് SI ആയിരിക്കെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് റിക്കവറിക്ക് ഒരു വലിയ സന്നാഹമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. അല്ലാതെ ആ വീട്ടിൽ കയറാനോ പരിശോധിക്കാനോ പറ്റത്തില്ല. എന്നെയും കൂട്ടി അദ്ദേഹം പോയി. അവിടുന്ന് 3-4 വണ്ടി ജീപ്പ് പോലീസ് പാർട്ടി വന്നത്. വലിയ വണ്ടി വരെ ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോയി പരിശോധിച്ചു. എനിക്ക് തോന്നുന്നു ആ മോഷണം മുതലായ കുറേ പൈസയൊക്കെ എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് പുറത്തായിട്ട് അന്നേ കാലത്ത് റിക്കവറി ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. 2000 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഒരു വലിയ ഭൂപ്രദേശം യാതൊരു നിയമവാഴ്ചയും ഇല്ലാതെ കുറേ രാഷ്ട്രീയ നേതൃത്വവും മതസംഘടനകളുമായിട്ട്, അതിന് പല പിന്തുണകളുമുണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ മൊത്തത്തിൽ നമ്പർ 1 എന്ന് പ്രഖ്യാപിച്ച് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സംവിധാനം നമ്മളെ കബളിപ്പിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.